സൗഖ്യവും ശാന്തിയും സമാധാനവും പകർന്നിടും യേശുവിൻ നാമത്താൽ. ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ. ശാപത്തെ നീക്കിടും യേശുവിൻ രക്തത്താൽ. പാപത്തെ മായ്ക്കും പാവന സ്നേഹം നൽകിടും. ശിക്ഷയെ മാറ്റിടും നിത്യരക്ഷയെ നൽകിടും. മരണത്തെ നീക്കിടും നിത്യജീവനെ നൽകിടും. നിരാശയെ നീക്കിടും കാൽവരിയാകത്താൽ. യേശുവിൻ നാമത്താൽ. ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ. Pastor Noble P. Thomas in Detroit, USA, 2015 July 11th and 12th, Maranatha Evangelistic Ministries. Pastor Noble P. Thomas ministering in Indiana, USA, 2015 July 14th. Pastor Noble P. Thomas preaches in Atlanta, USA, 2015 July 25th and 26th, Calvary Church of God, Atlanta. Pastor Noble P. Thomas in Chicago, USA, 2015 July 27th to August 2nd. ഞാൻ പാസ്റ്റർ നോബിൾ പി തോമസ്. ഇത് ബൈബിൾ ടുഡേ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ, പ്രിയരായവർ, ഇത് ശ്രദ്ധിക്കുന്നവർ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിപ്പാൻ വിശേഷാൽ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കോഴിക്കോട് പട്ടണം കേന്ദ്രമാക്കി കിങ്സ് റിവർ ചർച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കുന്നു. ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ കോഴിക്കോട് പട്ടണത്തിലോ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലോ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 7:30-ക്കുള്ള ഇംഗ്ലീഷ് സർവീസിലേക്കും 8:30 മണി മുതലുള്ള മലയാളം സർവീസിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജന ചിന്തകൾ, ആരാധന, വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കേൾക്കുവാൻ വേണ്ടി ഇടയായി തീരും. ദൂരത്തുനിന്ന് ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയരായവരോടുള്ള എൻ്റെ വിശേഷാലുള്ള അപേക്ഷ, നിങ്ങളുടെ ബന്ധുക്കളോ പ്രിയരോ സുവിശേഷ തൽപരരായവരും ആത്മീയമായിട്ട് വർധനവ് പ്രാപിപ്പാൻ താല്പര്യമുള്ളവരും കോഴിക്കോട് പട്ടണത്തിലോ ചുറ്റുപാടുകളുണ്ടെങ്കിൽ അവരെ ഈ സഭയോടും ഞങ്ങളോടും കൂടെ ആരാധിക്കത്തക്ക നിലയിൽ അവരെ ലീഡ് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ വിശേഷാൽ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കെയർ സെല്ലുകളിൽ, പ്രയർ സെല്ലുകളിൽ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ്. ഇന്ന് പകലിൽ ഈ പ്രോഗ്രാമിൽ ദൈവം എനിക്ക് തന്ന പ്രത്യേക നിയോഗമനുസരിച്ച് ഞാനൊരു വേദഭാഗം വായിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം ചിന്തകളോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഞാൻ വായിക്കുന്നു. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 31. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ആ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നാം പഠിച്ചു വരുമ്പോൾ ദൈവം തൻ്റെ ദൗത്യത്തിനായി, ദൈവം തൻ്റെ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം നേരിട്ട് വിളിച്ച് തൻ്റെ ദൗത്യമേൽപ്പിച്ച അനേക വിശുദ്ധന്മാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ദൈവത്തിൻ്റെ ദാസിദാസന്മാരുണ്ട്. എന്നാൽ ഒരിരട്ട വിളിച്ച്, ഡബിൾ കോളിംഗ് വിളിച്ച്, ഒരാളുടെ പേര് അറ്റ് എ ടൈം 2 തവണ വിളിച്ച് ദൈവം തന്നെ സന്ദേശം, തൻ്റെ ഒരു മുന്നറിയിപ്പ് കൈമാറിയ 7 പേരെയാണ് വേദപുസ്തകം പൊതുവായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ശക്തിയേറിയ ഒരു പോരാട്ടത്തിൻ്റെ നടുവിലായിരിക്കുന്ന, വരാൻ പോകുന്ന കാര്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്ന സർവജ്ഞാനിയായ യേശു കർത്താവ് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു പോരാട്ടത്തിൽ സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് നിന്നെക്കുറിച്ച് എന്നോട് കൽപ്പന ചോദിച്ചു, എന്നാൽ
നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗമാണ് നാം ലൂക്കോസ് 22:31 വായിക്കുകയുണ്ടായത്. വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ താണുപോകാതിരിക്കാൻ, വീണുപോകാതിരിക്കാൻ, നിലം പരിചാകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തനോട് കാണിക്കുന്ന പ്രത്യേക ഫേവർ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിൽ ദൈവം തൻ്റെ പ്രത്യേക ദൗത്യത്തിനായി, സന്ദേശങ്ങൾ കൈമാറുന്നതിനായി, മുന്നറിയിപ്പുകൾക്കായി ഇരട്ട വിളി വിളിച്ച 7 പേരെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. പ്രാരംഭമായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം മുതലുള്ള ഭാഗങ്ങളിൽ അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം അവനോട് സംസാരിക്കുന്നത് കാണുവാൻ വേണ്ടി കഴിയും. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ മോറിയ ദേശത്ത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊരു മലയിൽ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കാൻ ആവശ്യപ്പെടുന്നു. 22-11 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ അനുസരിക്കുവാൻ തയ്യാറായ അബ്രഹാം തൻ്റെ മകനെ ഹോമയാഗം കഴിക്കുവാൻ വേണ്ടി ബലിപീഠത്തിൽ കെട്ടി കത്തിയെടുത്ത് അറുക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദൈവം അവനെ വിളിച്ചു. അബ്രഹാമേ എന്നൊരു ഒറ്റ വിളിയല്ല, അബ്രഹാമേ അബ്രഹാമേ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഇതിനാൽ അറിയും. അനുസരണത്തോടുള്ള ബന്ധത്തിൽ ഒരു ഭക്തൻ തൻ്റെ സ്നേഹം തനിക്കുള്ള എല്ലാവരേക്കാളും ദൈവമാണ് എനിക്ക് പ്രധാനം, ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കുന്നതാണ് എനിക്ക് പ്രധാനം എന്ന് തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ദൈവം അവനെ ഇരട്ട വിളി വിളിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച ജോസഫ് ജീവനോടെ ഇരിക്കുന്നു. ജോസഫ് അയച്ച രഥങ്ങൾ, ജോസഫ് അയച്ച സൈന്യം, അതിനെ നേരിട്ട് കണ്ട യാക്കോബ് തനിക്ക് നഷ്ടപ്പെട്ട ചൈതന്യം, അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായി ചിലതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതി ചൈതന്യം നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും നഷ്ടപ്പെട്ട ചൈതന്യത്തെ മടക്കി തരുവാൻ തൻ്റെ ഭക്തരോട് ഇടപെടും. യാക്കോബിനോട് ദൈവം അങ്ങനെ ഇടപെടുകയുണ്ടായി. തനിക്ക് നഷ്ടപ്പെട്ട ചൈതന്യം മടക്കി ലഭിച്ചു. തനിക്ക് നഷ്ടപ്പെട്ട ചൈതന്യം മടക്കി ലഭിച്ചത് ജോസഫ് അയച്ച രഥങ്ങളെയും സൈന്യത്തെയും കണ്ടപ്പോഴാണ്. തനിക്ക് വിശ്വാസമായി. എന്നാൽ അത് ലഭിച്ച ഉടനെ എല്ലാം നന്നായല്ലോ എന്ന് ചിന്തിച്ച് ആ രഥത്തെ കയറി നേരെ ജോസഫിൻ്റെ കൊട്ടാരത്തിലേക്ക് അവൻ പോയി എന്നല്ല കാണുന്നത്. തന്നെ സഹായിച്ച, തന്നെ കരുതിയ, തൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കാത്ത ദൈവത്തിന് അവൻ തനിക്കുള്ള സർവ്വവുമായി ചെന്ന് അവൻ യാഗം കഴിക്കുകയാണ്, നന്ദി പറയുകയാണ്. ആ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് സംവാദിക്കുമ്പോൾ അവനെ ഇരട്ട വിളി വിളിച്ചാണ് ദൈവം യാക്കോബിനോട് ഇടപെടുന്നത്. നന്ദി കാണിക്കുന്നവരോട് ദൈവം ഇടപെടും. നന്ദി കാണിക്കുന്നവനെ ഇരട്ട വിളി വിളിച്ച് അവനോട് ദൗത്യങ്ങൾ കൈമാറും, സന്ദേശങ്ങൾ കൈമാറും, അനുഗ്രഹ വചസ്സുകൾ കൈമാറും. മൂന്നാമതായി പഴയ നിയമത്തിൽ ദൈവത്തിന് ഇരട്ട വിളി ലഭ്യമാവുന്നത് മോശയ്ക്കാണ്. താൻ തൻ്റെ അമ്മായപ്പനായ ഇത്രോവിൻ്റെ ആടുകളെ തീറ്റിക്കൊണ്ട് മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൻ്റെ അപ്പുറത്തേക്ക് അവൻ എത്തുമ്പോൾ ഒരു മുൾച്ചെടി കത്തുന്നതും എന്നാൽ തീ നിമിത്തം മുൾച്ചെടിയുടെ ഇലകൾ വെന്തുപോകാതിരിക്കുന്നതിന് അത്ഭുത കാഴ്ച കണ്ട് മോശ അതിനോടടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു, മോശേ മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി മാറ്റുക. അതിൻ്റെ അകത്തു നിന്ന് തന്നെ ആ ദൈവികമായ ഇടപെടലിൽ, ദൈവത്തിൻ്റെ ദർശനത്തിൽ തന്നെ ഇടപെടുന്ന ആ മാധ്യമത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവം ഒരു സന്ദേശം മോശയ്ക്ക് കൈമാറുന്നുണ്ട്. പർവ്വത സമാനമായ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നീ കടന്നുപോയി, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കാതെ, തീയാൽ നീ വെന്തു പോകാതെ, വെള്ളം നിൻ്റെ മീതെ കടക്കാതെ ഇത്രയും കാലം നിന്നെ സൂക്ഷിച്ച ഈ മുൾച്ചെടി ചുറ്റിലും തീക്കകത്താണെങ്കിലും ചുറ്റിലുമായി തീ കത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇല പോലും വെന്തു പോകാതെ ആ മുൾച്ചെടിയെ സൂക്ഷിച്ചതുപോലെ നിന്നെ സൂക്ഷിച്ച നിൻ്റെ ഉടയവനായ ദൈവമാണ് ഞാൻ എന്ന ഒരു പ്രത്യേക സന്ദേശത്തിലൂടെയാണ് ഈ ദർശനം സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് നൽകുന്നത്. പഴയ നിയമത്തിൽ അവസാനമായി ദൈവശബ്ദം ഇരട്ട വിളി കേൾക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ശമൂവേൽ ബാലനാണ്. ശമൂവേൽ ബാലനോട് സ്വർഗത്തിലെ ദൈവം അതിന് മുമ്പ് ഇടപെടുകയുണ്ടായി. തനിക്കത് മനസ്സിലായില്ല. അവൻ ഏലി പുരോഹിതനോട് പോയി ചോദിക്കുന്നുണ്ട്. ഏലി പുരോഹിതൻ പറഞ്ഞു, നിന്നെ വിളിച്ചത് ദൈവമായിരിക്കും, ഇനിയും അങ്ങനെ വിളിച്ചാൽ നീ അടിയനിത എന്ന് പറഞ്ഞ് പ്രതിവചിക്കണമെന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത തവണ ദൈവം ശമൂവേലിനെ വിളിക്കുമ്പോൾ
വചനം ഇങ്ങനെയാണ് പറയുന്നത്, മുമ്പിലെത്തതുപോലെ യഹോവ വന്നു, മുമ്പിലെത്തതുപോലെ നിന്നു, മുമ്പിലെത്തതുപോലെ യഹോവ ശമൂവേലിനെ വിളിച്ചു. അവിടെ മാത്രം പറയുന്നത് ശമൂവേലേ ശമൂവേലേ എന്ന് പറഞ്ഞ് ദൈവം വിളിക്കുകയുണ്ടായി. ദൈവമക്കളെ, ഇന്നുവരെയും ദൈവത്തിൻ്റെ വ്യക്തിപരമായൊരു ഇടപെടൽ അതുണ്ടാകും, ഉണ്ടാകണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർക്കെല്ലാം അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നത്, കേഫാവിനും ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ട യേശു കർത്താവ് തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 520ഓളം പേർക്ക് നേരിട്ട് ജഡത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി അകാലപ്രജയായി എനിക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ വിലപ്പെട്ട ചില ആത്മീയാനുഭവങ്ങൾ കൊതിക്കുന്ന ദൈവവേദന നിങ്ങളെങ്കിൽ ജഡത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ നേരിട്ട് വന്ന് സമ്പാദിക്കുവാൻ, നേരിട്ട് വന്ന് സന്ദേശങ്ങൾ കൈമാറുവാൻ കർത്താവിന് താല്പര്യമുണ്ട്. ഈ കാലഘട്ടം അങ്ങനെയുള്ള ചില വിശുദ്ധന്മാരെ പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്കും അതിൻ്റെ അകത്തൊരു വിളി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പ്രോഗ്രാമിന് മുമ്പിൽ, ഈ സ്ക്രീനിന് മുമ്പിൽ നിങ്ങൾ ആയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇത്രയും പേർക്ക് ദൈവത്തിൻ്റെ ഇരട്ടവിളി ഉണ്ടായി. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഇരട്ടവിളി ഉണ്ടായത് 2 സഹോദരങ്ങൾക്കും ഒരു സഹോദരിക്കുമാണ്. 2 പുരുഷന്മാർ. ഒന്ന് പൗലോസ് സ്ലീഹയാണ്. അവൻ ശൗലായിരിക്കുമ്പോൾ ദൈവസഭയെ കുന്നുമുടിക്കേണ്ടതിന് അധികാരപത്രങ്ങൾ വാങ്ങി ദമസ്കോസിലെ സഭയെ തകർക്കേണ്ടതിനായി അവൻ ദമസ്കോസിൻ്റെ പടിവാതിക്കലെത്തുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ദൈവം അവന് നേരിട്ട് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവനെ വിളിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എൻ്റെ ദൈവമക്കളെ, ഈ നാളുകളിൽ സുവിശേഷ വിരോധ സംഘങ്ങൾ ദൈവസഭയ്ക്കും വിശുദ്ധന്മാർക്കും അഭിഷക്തന്മാർക്കും സുവിശേഷകന്മാർക്കും എതിരെ വിവിധ മേഖലകളിൽ പോരാടുന്ന ഒരു നല്ല സമയമാണിത്. വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവസഭയും ദൈവജനവും ആഗോളവ്യാപകമായിരിക്കുന്നാൽ സുവിശേഷ വിരോധികളായ ചിലരെ സ്വർഗത്തിലെ ദൈവം ശൗലിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ഈ കാലഘട്ടത്തിൽ മാറ്റും. അതിനുള്ളൊരു സീസൺ വന്നിരിക്കുകയാണ്. ചില നല്ലത് നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവം ഇടപെട്ട സഹോദരങ്ങളിൽ, പുരുഷന്മാരിൽ, ദാസന്മാരിൽ മറ്റൊരാളാണ് ലൂക്കോസ് 22:31 നാം നേരത്തെ വായിച്ച പത്രോസ്. പശ്ചാത്തലങ്ങളിലേക്ക് നമുക്ക് പിന്നാലെ വരാം. എന്നാൽ ഈ 6 ദൈവത്തിൻ്റെ ദാസന്മാരോട് ഇടപെട്ട സ്വർഗത്തിലെ ദൈവം, ഇരട്ടവിളി വിളിച്ചിടപെട്ട സ്വർഗത്തിലെ ദൈവം ഒരു സഹോദരിയോട് ഇടപെടുകയുണ്ടായി. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിലാണ്. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി വരുന്ന മാർത്തയോട് തൻ്റെ പരിഭവവുമായി, പരാതിയുമായി കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ യേശു കർത്താവ് അവളോട് ഒരു സന്ദേശം കൈമാറുന്നതിന് മുമ്പ് ഇങ്ങനെയാ പറഞ്ഞത്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയിരിക്കുകയാണ്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുകയാണ്, അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമുക്കുള്ള സന്ദേശം ഇതാണ്. മനം കലങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ, മനസ്സ് പതറിയിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ, വിചാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ആശ്വാസ വചനം നിമിത്തം നിൻ്റെ ഹൃദയത്തിന് ഒരു കത്തലുണ്ടാകുന്നുണ്ടെങ്കിൽ, നിൻ്റെ ഹൃദയത്തിന് ഒരു ആശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇന്ന് വരെ കാണാത്ത അത്ഭുതം കാണുവാൻ നിൻ്റെ കണ്ണുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കും. ഈ സ്ക്രീനിന് മുമ്പിൽ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്ന ചില വാർത്തകളുണ്ട്, പലതിനെ ചൊല്ലി മനം കലങ്ങിയിരിക്കുന്നവരുണ്ട്, ഹൃദയം തകർന്നവരുണ്ട്. ശ്രദ്ധിക്കുക, എഴുന്നേറ്റ് പോകരുത്. അല്പചില മിനിറ്റുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളോട് സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായും ഇന്ന് വരെ കാണാത്ത, കല്ലറയിൽ അടക്കപ്പെട്ടു, മുദ്രയാൽ അമർത്തപ്പെട്ടു, ഇനി മേലാൽ മടങ്ങി വരില്ല, തുറന്നാൽ ചീഞ്ഞ് നാറും, ദുർഗന്ധമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നതിൻ്റെ മേൽ തുറക്കുന്നൊരു ദൈവശക്തി ആവരിക്കും. നിൻ്റെ വീടിനെ, നീ വിചാരിക്കുന്ന ദുർഗന്ധപൂരിതമായ പ്രശ്നങ്ങളെ നാടറിയുന്നത് പോലെ സുഗന്ധമാക്കാൻ ദൈവത്തിന് കഴിയും. വെയിറ്റ് ചെയ്യുക. ഈ പ്രിയരായവരാണ് ദൈവത്തിന് ഇരട്ട വിളി കേട്ടത്. ലൂക്കോസ് 22:31 ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ ശിമോനോട് യേശു കർത്താവ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന വലിയൊരു ആത്മീയ പോരാട്ടത്തിന് മുന്നോടിയായി ഇടപെടുകയുണ്ടായി. ശിമോനെ, ശിമോനെ, സാത്താൻ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് നിന്നെക്കുറിച്ച് എന്നോട് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി പിതാവാം ദൈവത്തോട് അപേക്ഷിച്ചു. ഞാൻ ഈ സന്ദേശം ഈ പ്രോഗ്രാമിൽ, ഈ എപ്പിസോഡിൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ആത്മാവാം ദൈവം എന്നോട് ഇടപെടുകയുണ്ടായി.
പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി. 2 മേഖലകളിൽ, ഒന്ന് വിശുദ്ധന്മാരായവർക്ക്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പോരാളികൾക്ക് ഈ നാളുകളിൽ, ഈ സീസണിൽ ദൈവം ഒരു ദൗത്യം പകരാൻ പോവുകയാണ്. ഒരുപക്ഷെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ, യാതൊരു പ്രാർത്ഥനാ വിഷയങ്ങളുമില്ലാതെ ദൈവസന്നിധിയിൽ വളരെ അഭിചാരിതമായി വന്നു എന്ന് കരുതുന്ന അഭിഷക്തനെ, ദൈവത്തിൻ്റെ പ്രവാചകനെ, ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്ന സുവിശേഷക, ദൈവത്തിൻ്റെ സഭയെ നയിക്കുന്ന ഇടയനായ മാന്യ ദേഹമേ, ദൈവം ഒരു ദൗത്യം നിന്നിലേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് പത്രോസിൻ്റെ ഒരു വലിയ പിന്മാറ്റത്തിന് മുന്നോടിയായി പിതാവാം ദൈവത്തോട് വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഈ പത്രോസ് പതറാൻ പാടില്ല, അവനെ കോതമ്പ് പോലെ പാറ്റുവാൻ തക്കവണ്ണം ഒരു പരീക്ഷ വരുന്നു. അതിന് മുന്നോടിയായി അവൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ പിതാവിനോട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം വഹിക്കുന്ന ചിലരെ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി പിശാച് പാറ്റുവാൻ പോകുന്ന ഒരു വലിയ ഗണത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് പകൽ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. അവൻ നിത്യ പിതാവാണ്. അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. സകലത്തെയും തന്നെ വാക്കിനാൽ ഉളവാക്കിയവനാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അദൃശ്യമായതും ദൃശ്യമായതും നാം കാണുന്നതെല്ലാം, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലവും ഉളവാകുവാൻ കാരണക്കാരനായ യേശു, സാധാരണക്കാരനായ ഒരു മുക്കുവൻ, പിന്മാറ്റത്തിലേക്ക് പോകത്തക്ക നിലയിലൊരു പരീക്ഷയിൽ പാറ്റപ്പെടാൻ പോകുന്നു എന്ന അറിവ് ലഭിച്ചപ്പോൾ അവർ ഇടിവിൽ നിന്നതുപോലെ നഷ്ടപ്പെടാൻ പോകും എന്ന് പിശാച് പദ്ധതിയിട്ട ചിലതിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമ്മിൽ ചിലരെ ദൈവം ഈ പ്രോഗ്രാം മുമ്പിൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇതിന് 2 വശങ്ങളുണ്ട്. സർവജ്ഞാനിയായ കർത്താവിന് പിശാച് പത്രോസിനെ പാറ്റാൻ പോകുന്നതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് മുന്നറിയിപ്പ് യേശു കർത്താവ് കൊടുക്കുകയുണ്ടായി. നമുക്ക് മുന്നറിയിപ്പുകൾ ദൈവം തരും. ഇടയനാണെങ്കിൽ, സുവിശേഷകനാണെങ്കിൽ, പ്രവാചകനാണെങ്കിൽ, നാം കർത്താവിൻ്റെ ദൗത്യം വഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷക്തനാണെങ്കിൽ നമുക്ക് ദൈവം മുന്നറിയിപ്പ് തരും. പ്രവചനം ഉപയോഗിക്കുന്നവരെ, അത് യൂസ് ചെയ്യുന്നവരെ, ഓപ്പറേറ്റ് ചെയ്യുന്നവരെ പ്രവാചകന്മാരെന്നൊക്കെ നാം പറയുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ആ പ്രവാചകനിലൂടെ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ലഭ്യമാകുന്ന അറിവുകളും സംഭവിക്കുവാൻ പോകുന്ന അപകടങ്ങളും വിളിച്ചു പറയുക മാത്രമല്ല, അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ്, ഒരാത്മമണ്ഡലം കൂടെ സ്വർഗത്തിലെ ദൈവം പ്രവാചകന്മാർക്ക് തുറക്കേണ്ടിയിരിക്കുന്നു. യേശു ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. യേശു ദൈവത്തിൻ്റെ വിശ്വസ്ത പുരോഹിതനായിരുന്നു. യേശു രാജാവായിരുന്നു. അവൻ പ്രവാചകൻ എന്ന നിലയിൽ ലഭിച്ച മർമ്മങ്ങൾ, രഹസ്യങ്ങൾ 10 പേർ കേൾക്കെ പ്രവചിച്ച് ആളാകാൻ ശ്രമിച്ച് പേരെടുക്കാനും സ്വന്തം രാജ്യം പണിയാനും മാത്രമല്ല ശ്രമിച്ചത്, നഷ്ടപ്പെടുത്തുമെന്ന് വാതുകെട്ടിയ ശീമോനോടുള്ള ബന്ധത്തിൽ അവന് വേണ്ടി ഇടിവിൽ നിന്ന് അവനെ ശക്തിയേറിയ ശുശ്രൂഷയ്ക്കായി അവൻ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുന്ന കാണാനിടയായി തീരും. ദൈവമക്കളെ, പ്രിയരെ, പ്രാർത്ഥിക്കുന്നവരെ, നമുക്കിങ്ങനൊരു ദൗത്യം സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. യേശു കർത്താവിനെ അറിയുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇന്ന് പകലിൽ ഈ പ്രോഗ്രാം മുമ്പിലായിരിക്കുന്ന വിവിധ പരീക്ഷകളുടെ നടുവിൽ ഭാരപ്പെടുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ തളരരുത്. നിങ്ങളെ പാറ്റുവാൻ വേണ്ടി പിശാച് കൽപ്പന ചോദിച്ച ചില മേഖലകളുണ്ട്. ഒരിക്കലും കഷ്ടത തരുന്നത് ദൈവമല്ല. ഒരിക്കലും പ്രതികൂലങ്ങളിലൂടെ നമ്മെ നടത്തുന്നത് ദൈവമല്ല. മോഷ്ടിക്കുകയും അറക്കുകയും മുടിക്കുകയും ചെയ്യുന്നത് പിശാചാണ്. യോഹന്നാൻ 10:10 അത് പറയുന്നു. എന്താണ് ദൈവം ചെയ്യുന്നത്? യോഹന്നാൻ 10:10 തന്നെ പറയുന്നു, അവൻ ജീവനും സമൃദ്ധിയായ ജീവനും നൽകുന്നവനാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം പറയുന്നു, ദൈവത്തിൻ്റെ സ്വഭാവം ഉയരത്തിലെ സകല നല്ല ദാനങ്ങളും തികഞ്ഞ വരവും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിറങ്ങി വരുന്നു. നല്ല ദാനങ്ങൾ തരുന്നവനാണ് എൻ്റെ പിതാവ്. തികഞ്ഞ ദാനങ്ങളാൽ നിറയ്ക്കുന്നവനാണ് എൻ്റെ പിതാവ്. വരങ്ങൾ നൽകുന്നവനാണ് എൻ്റെ പിതാവ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിറയ്ക്കുന്നവനാണ് നമ്മുടെ പിതാവ്. മോഷ്ടിക്കുന്നവനല്ല, അറുക്കുന്നവനല്ല, മുടിക്കുന്നവനല്ല. എൻ്റെ ദൈവം ജീവൻ തരുന്നവനാണ്. എൻ്റെ ദൈവം സമൃദ്ധിയായ ജീവൻ തരുന്നവനാണ്. മോഷ്ടിപ്പാൻ, അറുക്കുവാനും മുടിക്കുവാനും വരുന്ന പൈശാചിക മേഖലകളിൽ ശാരീരികമായോ മാനസികമായോ ഭൗമികമായോ ആത്മീയമായ നിങ്ങളൊരു വലിയ പരീക്ഷണത്തിന് നടുവിലാണെങ്കിൽ പിടിച്ചു നിൽക്കുക. ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ശക്തമായി പ്രബോധിപ്പിക്കുന്നു. എല്ലാ പോരാട്ടങ്ങളും പിശാചിൻ്റെ വകയാണെന്നും പറയരുത്. 3 തരത്തിൽ ദൈവ വിശുദ്ധന്മാരെ പിശാച് പരീക്ഷിപ്പാനിടയ 3 മേഖലയിലുള്ള പരീക്ഷകളുണ്ട്. ഒന്ന്,
ദൈവം നേരിട്ട് തൻ്റെ വിശുദ്ധന്മാരെ പരീക്ഷിക്കും. 2 പിശാച് ചോദിച്ചിട്ട് ദൈവം പരീക്ഷിക്കും. 3 സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെടും. ദൈവം നേരിട്ട് തൻ്റെ വിശുദ്ധന്മാരെ പരീക്ഷിക്കുന്നതിൻ്റെ തെളിവാണ് ഉൽപ്പത്തി 22. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്ന് ചോദിച്ചുകൊണ്ട് അധ്യായം ആരംഭിക്കുന്നത്. പിശാച് ആവശ്യപ്പെട്ടിട്ട് ദൈവം പരീക്ഷിക്കുമെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ഇയ്യോബിൻ്റെ ജീവിതം നമ്മളെ വെളിപ്പെടുത്തുന്നത്. 4 ഗുണങ്ങൾ വേദപുസ്തകം പറയുന്ന ഇയ്യോബിനെ പിശാച് പരീക്ഷിക്കുകയുണ്ടായി. അവൻ യഹോവ ഭക്തനായിരുന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ഇയ്യോബിനെ പരീക്ഷിച്ചത് പിശാച് ചോദിച്ചിട്ടാണ് ദൈവം പരീക്ഷിച്ചത്. 3-ാമത്തെ മേഖല, വിശുദ്ധന്മാർ പരീക്ഷിക്കപ്പെടും. സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെടും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം ആ ഭാഗമാണ് വിശദീകരിക്കുന്നത്. ദൈവം നേരിട്ട് ഒരു വിശുദ്ധനെ പരീക്ഷിച്ചാലും പിശാച് ചോദിച്ചിട്ട് പരീക്ഷിക്കപ്പെട്ടാലും രണ്ടിനും നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് നാം പരീക്ഷിക്കപ്പെട്ടാൽ ഓർക്കുക, അതിൻ്റെ അകത്ത് ദൈവനാമം മഹത്വപ്പെടണമെന്ന് നിർബന്ധമില്ല. സ്വന്തം മോഹങ്ങൾ വശീകരിക്കപ്പെടുന്ന മേഖലകൾ, അതിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിലും വചനത്തിലും നാം ജയം എടുക്കേണ്ടത് നിർബന്ധമായും ആവശ്യമാണ്. മറ്റാരെയും നാം അതിന് കുറ്റപ്പെടുത്തരുത്. അതിന് സാത്താൻ പിശാചിന് അതിൻ്റെ അകത്ത് പങ്കില്ല. ദൈവം അതിൻ്റെ അകത്ത് ഉത്തരവാദിയല്ല. ഇവിടെ സാത്താൻ പത്രോസിനെ പരീക്ഷിക്കുവാൻ വേണ്ടി കൽപ്പന ചോദിക്കുകയാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? കോതമ്പ് പോലെ പാറ്റേണ്ടതിന്. വളരെ ദുസ്സഹമായ വലിയ പ്രതികൂലങ്ങളുള്ള ഒരു അനുഭവമാണ്. ഒരു ഗോതമ്പ് മണിയോട് ടെസ്റ്റിമണി പറയാൻ പറഞ്ഞാൽ ചാക്കിൻ്റെ അകത്തിരുന്നപ്പോൾ അതിന് കുഴപ്പമില്ലായിരുന്നു. വാങ്ങിക്കൊണ്ട് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ആ വീട്ടിലേക്ക് സഞ്ചിയിൽ കൊണ്ടുവന്നപ്പോഴും പ്രശ്നമില്ലായിരുന്നു. എന്നാൽ മുറത്തിലെടുത്ത് പാറ്റുന്നൊരു അനുഭവമുണ്ട്. എത്ര തവണ തലകുത്തി മറിയണം, എങ്ങനെയായിരിക്കും തറയിലേക്ക് വന്ന് വീഴുന്നത്. ഇങ്ങനെ പാറ്റുന്നൊരനുഭവത്തിലേക്ക് വളരെ ദുസ്സഹം, ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. എനിക്കിത് ഒരിക്കലും അങ്ങനെ ഞാൻ ചിന്തിക്കുവാൻ വേണ്ടി പോലും കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ചില മേഖലകളിൽ ശാരീരിക രോഗങ്ങളോടുള്ള ബന്ധത്തിൽ, സാമ്പത്തിക പ്രതിസന്ധിയോടുള്ള ബന്ധത്തിൽ, വിവിധ മേഖലകൾ ഒറ്റപ്പെട്ട് ജീവിതത്തിൽ ആരോടും പറയാൻ കഴിയാത്ത വിമ്മിഷ്ടങ്ങളുടെ നടുവിൽ, ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ, ബന്ധങ്ങൾ അറ്റുപോയി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നീ ഹൃദയം പകർന്നാട്ടെ. നിനക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുത്രൻ തമ്പുരാൻ ഉണ്ട് എന്ന് മറന്നു പോകരുത്. പത്രോസിന് ഈ പാറ്റലുണ്ടായി. പാറ്റൽ വേണ്ട, ഇങ്ങനൊരു പരീക്ഷ വേണ്ട, അങ്ങനെ സംഭവിക്കരുതെന്നല്ല യേശു പ്രാർത്ഥിച്ചത്. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ്റെ വിശ്വാസം പോയി പോകാൻ പാടില്ല. ഇന്ന് പകൽ ദൈവവൈതലേ, അങ്ങനെ ഒരു പ്രാർത്ഥന പുരോഹിതൻ, ഇടിവിൽ നിൽക്കുന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി നടത്തുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെങ്കിൽ പാറ്റലിലൂടെ പോകുവാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഇതിന് ശേഷം ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ ശുശ്രൂഷയ്ക്കായി പത്രോസ് ചെയ്തതുപോലെ ആ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. തുടർന്നാണ് അവൻ 1 പത്രോസ് 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്: സഹോദരങ്ങളെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. കർത്താവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ തേജസ്സിൽ നിത്യതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കാൻ ഇടവരും. ദൈവം അനുവദിക്കുന്ന പരീക്ഷകളിൽ സാത്താൻ ചോദിക്കട്ടെ, അനുവദിക്കട്ടെ. അവിടെ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മഹാപുരോഹിതനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുണ്ടെങ്കിൽ, അതിനുശേഷം ശിമോനെ ഇന്ന് വരെ നീ ചെയ്തിട്ടില്ലാത്ത വലിയൊരു ശുശ്രൂഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. പത്രോസിനെ ദൈവം അഭിഷേകം ചെയ്തു. ഏതിനു ശേഷം? ഈ പാറ്റലിന് ശേഷം. എന്തുകൊണ്ട് ദൈവം പാറ്റൽ അനുഭവിച്ചു? അവൻ്റെ പതിരുമാറാൻ പാറ്റൽ അനുഭവിച്ചു. എന്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ചില പരീക്ഷകൾ അനുവദിച്ചു, പ്രശ്നങ്ങൾ അനുവദിച്ചു, കഷ്ടം അനുഭവിച്ചു? എന്തുകൊണ്ട്? ദൈവവചന നിമിത്തം, ദൈവസന്നിധിയിലെ സാക്ഷ്യ നിമിത്തം നിനക്ക് ഒറ്റപ്പെടലുകളുണ്ടായി. ഇന്ന് വരെ ഇല്ലാത്തതുപോലെ തീയിൽ നിന്ന് ശോധന കഴിച്ച് പുറത്തു വന്ന ഒരു പൊന്നുപോലെ നീ ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ്. കൃപാവരങ്ങൾക്ക് മൂർച്ച കൂടാൻ പോവുകയാണ്. നിന്റെ മുമ്പിൽ പത്രോസിന് വേണ്ടി തുറന്നതുപോലെ ആരും തുറക്കാതെ തനിയെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ദൂതൻ ഇടപെടാൻ പോവുകയാണ്. പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും ഭാഷക്കാർ നടുവിലേക്കും വംശങ്ങളുടെ നടുവിലേക്കും ജാതികളുടെ നടുവിലേക്കും ആത്മാവിനോട് പറയുന്നു, എത്നിക് ആൻഡ് ലിംഗ്വിസ്റ്റിക്, ജാതികളുടെ മേലും ഭാഷക്കാരുടെ മേലും വ്യാപരിക്കുന്ന ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു അഭിഷേകത്തിൻ്റെ പകർച്ച നിന്റെ മേൽ വ്യാപരിക്കുന്നതിന് മുമ്പ് നീ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. തളരരുത്. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം സ്തുതികളിന്മേൽ വസിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് നൽകിയാട്ടെ. അത്ഭുതകരമായൊരു വിടുതൽ, അത്ഭുതകരമായ ശുശ്രൂഷയുടെ വാതിൽ ദൈവം നിന്റെ മേൽ പകർന്ന എല്ലാ കൃപാവരങ്ങളും, പ്രാർത്ഥനാ അനുഭവങ്ങളും, വചനധ്യാനത്തിൻ്റെ അനുഭവങ്ങളും, കൂട്ടായ്മയും ആരാധനയും സ്വർഗത്തിലെ ദൈവം വർദ്ധിപ്പിക്കുകയാണ്, മൂർച്ച വർദ്ധിപ്പിക്കുകയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
ഷിമോനെ ഷിമോനെ, ഗോതമ്പ് പോലെ പറ്റേണ്ടതിന് നിന്നെക്കുറിച്ച് സാത്താൻ എന്നോട് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് അരുളി ചെയ്ത മഹാപുരോഹിതനായ ഇടിവിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ കേട്ട സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ കേട്ട സന്ദേശം നിങ്ങളെ സൗഖ്യമാക്കുന്നതാണ്. ഈ കേട്ട സന്ദേശം സടകുടഞ്ഞെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് ബലം നൽകുന്നതാണ്. ഈ സന്ദേശം നിങ്ങളിലുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ഉതകുന്നതാണ്. ഈ സന്ദേശം നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുമെങ്കിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പരിശുദ്ധ ആത്മാവാം ദൈവം നിങ്ങളുടെ മേൽ ഒരു പ്രത്യേക അനുഭവം പകരും. സ്വർഗീയ പിതാവേ, വിശ്വസിക്കുന്ന അങ്ങയുടെ ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തരുന്ന എല്ലാ പരീക്ഷകളിലും കർത്താവിനൊരു പദ്ധതിയുണ്ട്. ദൈവം ഞങ്ങളെ നേരിട്ട് പരീക്ഷിച്ചാലും പിശാച് ചോദിച്ചിട്ട് പരീക്ഷയിൽ ഞങ്ങൾ കടന്നുപോയാലും കർത്താവ് അതിൻ്റെ അകത്ത് അനുഗ്രഹിക്കപ്പെട്ട ചില അനുഭവങ്ങളുണ്ട്, മൂർച്ചയേറിയ അനുഭവങ്ങളുണ്ട്. സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്ന മേഖലയിൽ ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമേ, അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ പാപത്തെ വെറുക്കുന്ന ദൈവശക്തി ദൈവം പകരണമേ. അവരുടെ രഹസ്യ ജീവിതത്തിലെ വിശുദ്ധി പരസ്യ ജീവിതത്തേക്കാൾ അനുഗ്രഹമാവട്ടെ. അവരുടെ പരസ്യ ജീവിതത്തേക്കാൾ രഹസ്യ ജീവിതം അനുഗ്രഹവും മാന്യവുമായി തീരട്ടെ. ഈ സന്ദേശം ഈ ജനത്തോട് ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഈ വിശുദ്ധരോടുള്ളതാണെന്ന് വെളിപ്പെടേണ്ടതിനാൽ ഭൗമിക മണ്ഡലത്തിൽ, ശാരീരിക, മാനസിക, സാമ്പത്തിക മണ്ഡലത്തിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ചലിക്കട്ടെ, കരുതൽ അവർ അനുഭവിക്കട്ടെ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, മാനസിക പിരിമുറുക്കങ്ങൾ മാറിപ്പോകട്ടെ. ഈ സന്ദേശം അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുവാൻ കഴിയും. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം ബൈബിൾ ടുഡേയിൽ നാം കണ്ടുമുട്ടുന്നിടം വരെ സ്വർഗത്തിലെ നല്ല ദൈവം പൂർണ്ണ സമാധാനത്തിൽ നിങ്ങളെ കാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. I love you. Jesus loves you and God bless you all. Pastor Noble P. Thomas in Detroit, USA, 2015 July 11th and 12th. Maranatha Evangelistic Ministries. Pastor Noble P. Thomas ministering in Indiana, USA, 2015 July 14th. Pastor Noble P. Thomas preaches in Atlanta, USA, 2015 July 25th and 26th. Calvary Church of God, Atlanta. Pastor Noble P. Thomas in Chicago, USA, 2015 July 27th to August 2nd.